Someone is carrying a big box. ആദ്യം കൈകളിങ്ങനെ ആ പെട്ടിയുടെ അടിയിൽ താങ്ങി പിടിച്ചാണ് അയാൾ നടക്കുന്നത്. കൈ കഴയ്ക്കുമ്പോൾ അയാൾ ആ പെട്ടിയുടെ വശങ്ങളിൽ വിരലുകൾ കൊണ്ട് കൊളുത്തിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുന്നു. പിന്നെ വീണ്ടും കൈ മരവിക്കുമ്പോൾ അയാൾ അത് തോളത്തേക്ക് മാറ്റുന്നു. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെയും അത് കഴിക്കുമ്പോൾ അത് തോളും കൈയും മരവിക്കുമ്പോൾ വീണ്ടും ആദ്യത്തേതുപോലെ അടിയിൽ താങ്ങി പിടിച്ച് നടക്കുന്നു ആ പെട്ടി. ദാറ്റ് ബോക്സ് ഇസ് ഗ്രീഫ്, ദുഃഖം, വിഷാദം. ഇന്നത്തെ കവിതയിൽ നമ്മൾ കാണുന്ന ഇമേജ് അതാണ്. ഒരു മനുഷ്യൻ ഒരു പെട്ടിയും താങ്ങി നടക്കുന്നു. മിച്ചിഗോ ഡെഡ് ബൈ ദി അമേരിക്കൻ പോയറ്റ് ജാക്ക് ഗിൽബർട്ട്. Jack Gilbert is one of the most honest poets of the 20th century America. പ്രശസ്തിയെ ഒഴിവാക്കി, പുരസ്കാരങ്ങളെയും അംഗീകാരങ്ങളെയും ഒഴിവാക്കി ലോകത്തിൻ്റെ പല മൂലകളിൽ ഒറ്റയ്ക്ക് ജീവിച്ച ഒരു കവി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മിച്ചിഗോ നഗാമി, ജാപ്പനീസ് സ്കൾപ്റ്റർ, 1982 ക്യാൻസർ വന്ന് മരിച്ചു. ആ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ ഗിൽബർട്ട് എഴുതിയ ഒരുപാട് കവിതകളുണ്ട്. ഒരുപക്ഷെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും പവർഫുൾ ഗ്രീഫ് പോയംസിൽ ചിലത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കണേ ഈ കവിത. ദി പോയറ്റ് ഡസൻ മെൻഷൻ ദാറ്റ് നെയിം, ദ നെയിം ഓഫ് ആ പോയറ്റ്സ് വൈഫ് മിച്ചിഗോ. നമ്മൾ ഒറ്റ ഇമേജ് മാത്രമേ കാണുന്നുള്ളൂ. ആ പെട്ടിയും ആ ഭാരമേറിയ പെട്ടിയും താങ്ങി നടക്കുന്ന ഒരു മനുഷ്യനെ. ഒരുപക്ഷേ ആ ഇമേജിനപ്പുറം ഗ്രീഫിന് ഇത്രയും മറ്റൊരു സത്യസന്ധമായ പോർട്രേറ്റ്, അതിലും ആഴത്തിലുള്ള സത്യസന്ധമായ ഒരു പോർട്രേറ്റ് സാധ്യം പോലുമല്ല. He manages like somebody carrying a box that is too heavy, first with his arms underneath. He manages. See that verb? The poet doesn't use he thrives or he survives. ഒരുവിധം മാനേജ് ചെയ്യാണ് ആ ഭാരം ആഫ്റ്റർ ദി ട്രാജഡി. ദ ബോക്സ് ഇസ് ടു ഹെവി. ദാറ്റ് ഇസ് ദ ഹെവിനെസ് ഓഫ് ആബ്സെൻസ്, ദ ഹെവിനെസ് ഓഫ് ഗ്രീഫ്. അതിങ്ങനെ താങ്ങി പിടിച്ചാണ് അയാൾ മുന്നോട്ട് പോകുന്നത്, തൻ്റെ ശക്തി മുഴുവൻ സംഭരിച്ച്. ഈ ഒരു ട്രാജഡിയുടെ ഒരു ഫസ്റ്റ് ഫേസ് ഇതാണ്. നമ്മുടെ മുഴുവൻ ശക്തിയും വേണം അതൊന്ന് താങ്ങാൻ, ആ ദുഃഖമൊന്ന് താങ്ങാൻ. When the strength gives out, he moves the hands forward, hooking them on the corners, pulling the weight against his chest. അദ്ദേഹത്തിൻ്റെ കൈ തളരുമ്പോൾ he shifts the hands, now hooking his fingers on the corners. എന്നിട്ടത് നെഞ്ചിനോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ശരിക്കും ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മനുഷ്യരിങ്ങനെ തന്നെയാണ്. അവർ പല മാർഗങ്ങൾ തേടും. ഒന്നിലും അവർ സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. കുറച്ചു നേരം എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ ഗ്രീഫ്, ഓവർവെൽമിംഗ് ആയിട്ടുള്ള ആ ഒരു സങ്കടം, ദുഃഖം, വിഷാദം, അത് വരുമ്പോഴേക്കും അവർ മറ്റെന്തെങ്കിലും ജോലിയിൽ വ്യാപൃതരാകും. ദേ ആർ സ്റ്റിൽ സ്കെയർഡ് ടു ഡയറക്റ്റ്ലി അഡ്രസ് ദ ട്രാജഡി. ആ ദുഃഖം ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ പല മാർഗങ്ങൾ കണ്ടെത്തും. എൻ്റെ ഓർമ്മയിൽ വരുന്നത്, പണ്ട് എൻ്റെ ഒരു ബന്ധു, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ദിവസം, അന്ന് ക്യാൻസർ ഇത്രയും അങ്ങ് എല്ലായിടത്തും എപ്പോഴും കേൾക്കുന്നൊരു വാക്കല്ല. ഞങ്ങൾക്ക് കുടുംബാംഗങ്ങളെല്ലാം ഞെട്ടിയ ഒരു വാർത്തയായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് അദ്ദേഹത്തിനോട് പറയണമെന്ന് എനിക്കറിയില്ല, എൻ്റെ വീട്ടുകാർക്കും അറിയില്ല. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇനി നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അതൊക്കെ ഒരു സുപ്രഭാതത്തിലാണ് അറിയുന്ന ട്രാജഡി, ഇങ്ങനൊരു വലിയൊരു ട്രാജഡി, കൂടെയുള്ള അവരിനി അധികം നാളില്ല എന്നറിയുന്നത് നമുക്കറിയാമല്ലോ അത്. അപ്പോൾ എന്ത് അദ്ദേഹത്തിനോട് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നുള്ളത് അറിയില്ല. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അദ്ദേഹം ടി വിയിൽ വാർത്ത കണ്ടുകൊണ്ട് അങ്ങ് വാർത്ത വായനയെപ്പറ്റിയും രാഷ്ട്രീയത്തെപ്പറ്റിയും അങ്ങ് സംസാരിക്കുന്നതാണ്.
ഈ ഭാര്യയെപ്പറ്റിയോ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. വാർത്തയെപ്പറ്റിയും രാഷ്ട്രീയത്തെപ്പറ്റിയാണ്. ആ സങ്കടം, ദുഃഖം മറികടക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമമാണ്. മേ ബി കുറച്ച് കഴിയുമ്പം അദ്ദേഹം ടി വി അണച്ചു വെച്ച് വേറെന്തെങ്കിലും കാര്യത്തിൽ വ്യാപൃതനാവുമായിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരിങ്ങനെ ഈ ഭാരം ഇങ്ങനെ ഒരു കയ്യിൽ തളരുമ്പോൾ മറ്റേ കയ്യിലോട്ട് മാറ്റി. പീപ്പിൾ ആർ ക്യാരിങ് ദീസ് ബോക്സസ്, ഇൻവിസിബിൾ ബോക്സസ്. ഹി മൂവ്സ് ഹിസ് തം സ്ലൈറ്റ്ലി when the fingers begin to tire and it makes different muscles take over. ഇതാണ് ഈ കവിതയിലെ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള, ടച്ചിങ് ആയിട്ടുള്ള ഡീറ്റെയിൽ. തംസ് ഈ ദുഃഖം വന്ന് വരുമ്പോഴേക്കും അതിങ്ങനെ നമ്മുടെ ഉള്ളിലിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഒരു രീതിയിൽ അതിനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നു. കുറച്ച് കഴിയുമ്പം ഗ്രീഫ് ഓവർവെൽമിംഗ് ആണ്, നമ്മളെ തളർത്തി കളയും. അപ്പം നമ്മൾ മറ്റൊരു കയ്യിലേക്ക് മാറുന്നു. ദിസ് ഹാപ്പൻസ് ഇൻ റിയൽ ലൈഫ്. ഒരു ട്രാജഡി ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേക്കും അവരിങ്ങനെ പല കാര്യങ്ങളിങ്ങനെ ചെയ്യാൻ നോക്കും. ചിലർ, എനിക്കിപ്പം എൻ്റെ മനസ്സിൽ വരുന്നത്, എൻ്റെ 10ാമത്തെ വയസ്സിൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, 10ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ ബ്രദർ ആത്മഹത്യ ചെയ്യുന്നത്. എൻ്റെ വീട്ടിലെ അന്നത്തെ അവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം. അമ്മ ഏതാണ്ട് ഒരു വർഷം അമ്മയുടെ ബെഡ്റൂമിൽ തന്നെയായിരുന്നു, കണ്ണീരുമായിട്ട് അതിനകത്ത് തന്നെയായിരുന്നു, കരഞ്ഞ് 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 ഇങ്ങനെ കിടക്കും. പക്ഷേ 10 വയസ്സുകാരനായ ഞാൻ കൗതുകത്തോടെ പിറകെ നടന്നത് അച്ഛൻ്റെ പിറകെയായിരുന്നു നടന്നത്. കാര്യം അച്ഛൻ കരയുന്നില്ല. അതെന്താ അച്ഛൻ കരയാത്തത്? അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അച്ഛൻ പല കാര്യങ്ങൾ ചെയ്യും. ചില ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് നേരെ ഇങ്ങ് കന്യാകുമാരി പോവും, ബസ്സിൽ അങ്ങ് പോവാണ്. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിലുറച്ച് നിൽക്കാതെ പല കാര്യങ്ങളിൽ ഇങ്ങനെ വ്യാപൃതനായി നടക്കുന്ന അച്ഛനെ എനിക്ക് മറക്കാനാവില്ല. കവിത എഴുതുന്നുണ്ട്, പക്ഷേ എല്ലാത്തിലും അച്ഛൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദാറ്റ് ഗ്രീഫ് വാസ് there. As I read this poem, I can understand he was carrying that box, that invisible box of heaviness, ആ ഭാരം. Afterward, he carries it on his shoulder until the blood drains out of the arm that is stretched up to steady the box and the arm goes numb. ഒരു പെട്ടി ഒരുപാട് നേരം ഒരു കയ്യിൽ തന്നെ ഇരിക്കുമ്പം കൈ മരവിച്ച് പോകില്ലേ, ടേൺസ് നം. ഇത് ഗ്രീഫിൻ്റെ ഒരു ഫേസാണ്. വൺ പോയിന്റിലെത്തുമ്പോൾ, ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോഴേക്കും നമുക്ക് പിന്നെ ഒന്നും തോന്നില്ല, സങ്കടം തോന്നില്ല, ദുഃഖം തോന്നില്ല, ഒരു മരവിപ്പ്. നമുക്ക് തന്നെ അങ്ങനെ ഒരു ഭാരമുണ്ടോ എന്ന് നമ്മളൊന്ന് കൈ റൈസ് ചെയ്തൊന്ന് നോക്കും. whether that box is still lying in our arms. But now the man can hold underneath again so that he can go on without ever putting the box down. These are the last devastating lines of the poem. He can go on without ever putting the box down. ആ ബോക്സ് ഒരിക്കലും താഴെ വയ്ക്കാൻ സാധിക്കില്ല. കാര്യം ആ ചുമക്കുന്ന പെട്ടിയിൽ സ്നേഹമുണ്ട്, ഒരാളുടെ ഓർമ്മകളുണ്ട്, അയാളുടെ ജീവിതത്തിൻ്റെ തുണ്ടുകളുണ്ട്, ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട്. അത് താഴെ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മറക്കുന്നതിന് തുല്യമാണ്. 1984 എൻ്റെ ചേട്ടൻ മരിച്ചത്. ഇപ്പം ആലോചിച്ച് കഴിഞ്ഞാൽ എത്രയോ വർഷമായി, 40 വർഷത്തിനോടടുക്കുന്നു. പക്ഷെ ഇന്നും 2 ആൺകുട്ടികൾ കൈപിടിച്ച് പോകുന്നൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അത് രസകരമായൊരു കാഴ്ചയാണെങ്കിൽ പോലും ഉള്ളിൽ എവിടെയോ ഒരു നീറ്റൽ വരും. ആ പെട്ടിയുടെ ഒരു ഭാരം ഞാൻ അറിയുന്ന നിമിഷമാണ്. അതുപോലെ എൻ്റെ കൂട്ടുകാർ അവരുടെ അച്ഛനമ്മമാരെ പറ്റി പറയുമ്പോൾ, അച്ഛന് വയ്യായിരുന്നു, ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ അച്ഛൻ വിളിച്ചിരുന്നു, എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ വിളിച്ചിരുന്നു എന്നൊക്കെ കേൾക്കുമ്പം അവിടെ ഒരേ സമയം അവരെ ചൊല്ലി സന്തോഷമുണ്ട്. അതേസമയം അങ്ങനെ ചോദിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യം അന്വേഷിക്കാൻ വേണ്ടിയോ എൻ്റെ വീട്ടിലങ്ങനെ ആരുമില്ലല്ലോ എന്നുള്ള, അപ്പോഴൊക്കെയാണ് ഈ പെട്ടി ഞാൻ ഇപ്പോഴും ചുമക്കുകയാണെന്നുള്ളൊരു റിയലൈസേഷൻ വരുന്നത്, ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്.
അതൊരിക്കലും താഴെ വയ്ക്കാനാകാത്ത പെട്ടികളാണ്. ജാക്ക് ഗിൽബർട്ട് ഈ കവിത എഴുതിയത് മിച്ചിഗോ മരിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴും അദ്ദേഹം ആ ഭാരം ക്യാരി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. താഴെ ഇറക്കി വയ്ക്കാനാകാത്ത ഭാരം. നമ്മൾ അറിയേണ്ടത്, നമുക്ക് ചുറ്റുമുള്ള എത്രയോ മനുഷ്യർ ഇതുപോലെ ഭാരം താങ്ങുന്നുണ്ടാവാം. വി ഡോണ്ട് നോട്ടീസ്. നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. മേ ബി ബിക്കോസ് ദാറ്റ്സ് ഹൗ ദേ മാനേജ് ഇറ്റ്. ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലോട്ട് മാറ്റി, ഒരു മസിലിൽ നിന്ന് മറ്റൊരു മസിലിലോട്ട് മാറ്റി, നമ്മൾ കാണാതെ അവർക്ക് താഴെ ഇറക്കി വയ്ക്കാനാകാത്ത ഭാരം